നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കൗണ്ട് സെയിൽ എനിക്ക് തോന്നുന്നു 6-ാം ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6-ാം ദിവസമാണ് അല്ലേ? 6-ാം ദിവസമാണോ? 6-ാം ദിവസം എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചല്ല, ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് മേഖലയിലും സീസണാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇങ്ങനെ ഗൾഫിൽ കൺട്രീസിലൊക്കെ ഇങ്ങനെ വാറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു ഇത് മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കാലം പണ്ടത്തെ പോലെ സീസൺ എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും പണ്ടൊക്കെ ഓണത്തിന് മാത്രമല്ല വിശേഷ അവസരങ്ങളിൽ ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഏത് ഫംഗ്ഷൻ വന്നാലും, ഒരു കുഞ്ഞു ഫംഗ്ഷൻ ആണെങ്കിലും വലിയ ഫംഗ്ഷൻ ആണെങ്കിലും ഒരു പുതിയ ഡ്രസ്സ് എന്ന് പറയുന്ന ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ഒരു താല്പര്യമുള്ള കാര്യം. അപ്പം നമ്മൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് കാണിക്കാൻ പോകുന്ന സാരീസ് ടെസറുണ്ട്, പ്യുവർ സിൽക്കുണ്ട്, ഫാൻസി ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ദയവായി നിങ്ങൾ പറ്റുമെങ്കിൽ സ്കിപ്പാകാതെ കാണും കേട്ടോ. വീഡിയോയിൽ കാണിച്ച എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞാലും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളോട് അത്രയും ഡീറ്റെയിൽസ് പറയുമ്പോൾ 4 പേരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കഴിയുന്നത്രയും ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നത്. അപ്പം നിങ്ങളത് കാണാനൊന്ന് ശ്രമിക്കണം കേട്ടോ. പിന്നെ ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന കളറിനേക്കഴിഞ്ഞും കറക്റ്റ് എപ്പോഴും വീഡിയോയിൽ കാണുന്ന കളറായിരിക്കും. കാരണം വീഡിയോ കറക്റ്റ് കളർ വരുന്നതുകൊണ്ട് വരണ്ടിയിട്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതേസമയം നിങ്ങൾ ഫോട്ടോ വീണ്ടും അയച്ചു തരാൻ പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ വേറെ എവിടെയെങ്കിലും വെച്ചൊരു ഫോട്ടോ എടുത്ത് തരും, വേറെ കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അതിലൊരർത്ഥം ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. പലർക്കും ഒരിതാണ് ഫോട്ടോ എന്ന് വെച്ചാൽ എന്തോ കുറച്ചും കൂടെ സൂമായിട്ട് കാണാനായിരിക്കാം. ഇത് കണ്ടോ, അത് പ്യുവർ സിൽക്ക് സാരിയാണ്. നല്ലൊരു എന്നാ പറയുക, പീക്കോക്ക് ബ്ലൂവിൻ്റെ കളറ്. ഇതിൻ്റെ റേറ്റും കൂടെ ഞാൻ പറയാവേ. ഇതാണ് മുന്താണി, പ്യുവർ സിൽക്കാണ്, സോഫ്റ്റാണ്, ഭയങ്കരമായിട്ട് നമ്മുടെ പഴയ കാലത്തെ ബിന്നിപ്പട്ടൊക്കെ പോലെ ഭയങ്കരമായിട്ട് ബോഡിയിലോട്ട് ചേർന്ന് കിടക്കുന്ന, ഓർക്കുന്നില്ലേ കാഞ്ചിപ്പട്ടിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ലേ, ആ ഒരു സെയിം സാധനം ഉള്ള ഒരു ഇതാണ്. കണ്ടോ, ഇതാണ് സാരി. നല്ല കാഞ്ചീപുരം സാരീസൊക്കെ ഉടുക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇതിട്ടു. പിന്നെ ഇതിന് ഡ്രൈ വാഷേ പാടുള്ളൂ. സിൽക്കാണ്, പ്യുവർ സിൽക്കാണ്, ഡ്രൈ വാഷേ പാടുള്ളൂ. യൂസ് ചെയ്യുമ്പം അതുപോലെ കെയർഫുള്ളായിട്ടൊക്കെ യൂസ് ചെയ്യണം. പക്ഷേ ബഡ്ജറ്റ് റേറ്റ് കിട്ടുമ്പോൾ വാങ്ങിച്ചു. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. അതിന് മുന്നേ ബ്ലൗസ് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. കണ്ടോ, ഈ കാണുന്നതാണ് ബ്ലൗസ്. നല്ല ഇതിനകത്ത് എന്നാണെന്നറിയോ, ഇതിപ്പം ശരിക്കും കാണുമ്പോൾ നല്ല ഡാർക്ക് നല്ല നേവി ബ്ലൂ ആണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ കറക്റ്റ് കളറ് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞേ. നല്ലൊരു ബ്ലൂ ആണ്. നമ്മുടെ കാഞ്ചീപുരം പട്ടുകൾ ഉടുക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് അതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം. അതിൻ്റെ ആ ഒരു സുഖങ്ങളും കിട്ടുന്ന സാരിയാണ്. നല്ല ഡാർക്ക് ബ്ലൂ ആട്ടോ, നല്ല നേവി ബ്ലൂ അല്ല, പീക്കോക്ക് ബ്ലൂ. ഇതാണ് മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ബ്രൊക്കേഡ് ബ്ലൗസ് വരും. ബ്ലൗസും നല്ല സോഫ്റ്റാണ്, 2 സൈഡും കണ്ട് ഒരുപോലെ ഇരിക്കുന്നത്. ഈ ബ്ലൗസും ഈ സാരിയും കൂടി ഒക്കെ ഇട്ട് സാരി ബ്ലൗസേ നിറച്ചും ബ്രൊക്കേഡ് ആയതുകൊണ്ട് ഫുൾ വർക്കാണ്. സാരി ബോഡി പ്ലെയിൻ ആണ്. മുന്താണി നല്ല വർക്കാണ്. 1 പ്ലീറ്റ് ഇട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ്. 1890 ഇപ്പോഴത്തെ വില. ഇതിൻ്റെ വില 3190 ഒറിജിനൽ വില. ഇനി അതിൻ്റെ ഒരു കളറും കൂടിയുണ്ട്. ഇതൊക്കെ ഒറ്റ പീസേ ഉള്ളൂ, സിംഗിൾ പീസസ് ഉള്ളി. ഇത് അടുത്ത കളർ, ഇത് വയലറ്റ്. അതുകൊണ്ട് ഒരു കളറ് ഇഷ്ടപ്പെട്ട കളർ കിട്ടിയില്ല, മറ്റേ കളർ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാൽ 2 പീസേ ഈ സാരി ഉള്ളൂ. നല്ല വയലറ്റ് ഷെയ്ഡ് കേട്ടോ. എന്താണ് ഇങ്ങനെയൊക്കെ മുമ്പേ കണ്ടത് തന്നെ സംഭവം സെയിം കളർ മാത്രം ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. ബ്ലൗസ് കാണിക്കാം. ഇത് വരും ബ്ലൗസ്. നല്ല വാടാമുല്ലയുടെ ഡാർക്ക് ഷെയ്ഡ്, വാടാമുല്ലപ്പൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡ്. എന്താ നല്ല രസമാണ്, വയലറ്റ്. ഇനി ടസറിൻ്റെ സാരി കാണിക്കാത്തതിൻ്റെ എന്തോ കഴിഞ്ഞ ദിവസം ടസറിൻ്റെ സാരി കാണിച്ച പിന്നെ എന്നാ
ടസറിൻ്റെ സാരി കാണിച്ചിട്ടേ അത് മതി. ടസറിനോട് ഇത്ര ആരാധകരൊക്കെ ഉണ്ടോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ അപ്പനെ ഇത് ടസറാണ്. സെമി ടസറെന്ന് പ്യുവർ ടസറെന്ന് പറയുന്നില്ല, 100% പ്യുവർ ടസറെന്ന് അറിയുന്നില്ല, എന്നാലും ഒരു 60% ടസറാണ്. അതിൽ ഇത് ചെയ്തിരിക്കുക. പ്യുവർ ടസർ വരുമ്പോൾ നമ്മൾ ഒരു സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു പ്യുവർ ടസർ 5000 6000 വന്നുകൊണ്ട് റേറ്റ് വരുന്നത്. ഇതത്രയും റേറ്റ് ഇല്ല. ഇതിൻ്റെ റേറ്റ് വേണ്ടേ, ഒറിജിനൽ റേറ്റ് 2920 ഒറിജിനൽ റേറ്റ്. ഇപ്പം വരുന്ന റേറ്റ് 1920. ഇതാണ് സാരി. ഉണ്ടോ, ഇത് ബോഡിയിൽ നിറച്ചും കട്ട് വർക്കുണ്ട്. കണ്ടോ, ഈ ഒരു കട്ട് വർക്ക് ചെയ്ത് ടസർ സാരിയിൽ കട്ട് വർക്കും കൂടെ ചെയ്ത് വരുന്നതിനൊക്കെ നല്ല ഡിമാൻഡാണെന്ന് അറിയാമല്ലോ. ടസർ സാരിയിൽ എന്ത് ചെയ്താലും ടസർ സാരി തന്നെ വിലപിടിപ്പുള്ളതാണ്. ആദ്യത്തെ കൂടെ കട്ട് വർക്ക് എന്ന് പറയുന്ന ആ ഒരു വർക്ക് ഭയങ്കര വിലപിടിപ്പുള്ളതാണ്. അപ്പം അതിൻ്റേതായ ഡിമാൻഡും കാര്യങ്ങളും ഉണ്ട്. ഒരു സൈസ് ഗ്രീനാണ് ആദ്യത്തെ പോയിരിക്കുന്ന വർക്ക്, ഇച്ചിരി കൂടി തെളിഞ്ഞ ഗ്രീനും. ബോഡിയിൽ ഇതാണ് കളർ, ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കറക്റ്റ് കളർ കേട്ടോ. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്യാമറ അടുത്ത് വരുമ്പോൾ കാണുന്ന കളറല്ല, അകന്ന് നിൽക്കുമ്പോൾ കാണുന്ന കളറാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കഴിവതും കാണും. ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകല്ലേ, നിങ്ങൾ തൊട്ടോ പിടിച്ചോ ഒന്നുമല്ല, ക്യാമറയ്ക്കകത്ത് മാത്രം. അപ്പം നിങ്ങൾ സ്കിപ്പായിട്ട് കാണരുത്. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ നല്ല ഭാഗം കാണിക്കുമ്പോൾ ചിലപ്പോൾ കാണുകയില്ല. അതൊക്കെയാണ് പറ്റുന്നത്. പ്രത്യേകിച്ചും ഇച്ചിരി കോസ്റ്റ് മുടക്കി സാധനം വാങ്ങുമ്പോൾ ഉറപ്പായിട്ടും കുറച്ച് സമയം ഉണ്ടാക്കി അത് കാണണം. ആരാണ്ട് പറയുന്നതായിട്ട് സമയം ഉണ്ടാക്കി വീഡിയോ കണ്ടു വരുമ്പോഴത്തേനും വീഡിയോ കണ്ടിട്ട് ചോദിക്കുമ്പോൾ സാധനം തീർന്നു പോകുന്നു. അതിപ്പം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ആദ്യമേ ഒരു സാരി കണ്ടു തുടങ്ങുമ്പോൾ അത് ഇഷ്ടമാവുന്നവർ അന്നേരം ഒന്ന് ഓർഡർ തരുക. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ. ഇതിപ്പോൾ ഇങ്ങനത്തെ റിഡക്ഷൻ സെയിൽ ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. കാരണം എപ്പോഴും സ്റ്റോക്ക് ഉള്ളത് മാത്രമേ വീഡിയോയിൽ കാണിക്കാറുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. കണ്ടോ, അയ്യോ സോറി നോട്ട് ചെയ്തു. ഇത് വരും ബ്ലൗസ്. കണ്ടോ, ബ്ലൗസ് അല്ല, ഞാൻ ബ്ലൗസ് തപ്പി എടുത്തുകൊണ്ട് താമസം വരുത്തുന്നത് നിങ്ങളെ കഴിക്കാണ്ടെന്ന് ഓർത്തുകൊണ്ട് കട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. ഇത് കണ്ടോ, ഇങ്ങനെ കൈയുടെ അറ്റത്ത് ബോർഡർ ചെയ്യാനായിട്ട് ഇത് വരും. ഇതിൻ്റെ ബോഡിയുടെ കളറ് ഇച്ചിരി മങ്ങിയ ഒരു ഗ്രീനും, ഇതിലെ വർക്കിൻ്റെ കളറ്, അതായത് ആ ഹക്കോബായും എംബ്രോയ്ഡറിയും ചെയ്തിരിക്കുന്ന ആ കളറ് ഇച്ചിരി കൂടെ തെളിഞ്ഞ് നിൽക്കുന്ന ഗ്രീനും, അങ്ങനെയുള്ളൊരു കളർ ഷെയ്ഡാണ്. നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഹെവി ഒരു നല്ലപോലെ കാശ് മുടക്കുന്നതാണ് ടസർ എന്ന് പറയുന്ന മെറ്റീരിയൽ. അതിൻ്റെ കൂടെ അതിലും ഭയങ്കരമായിട്ട് കാശ് മുടക്കണം. നമ്മൾ ഹക്കോബ വർക്ക് ആണ്, ഫുൾ ബോഡി വർക്കാണ്. പിന്നെ ഇങ്ങനെ സൈഡ് വർക്ക്, നമ്മളെ പ്ലീറ്റ്സിൻ്റെ സൈഡ് മാത്രം, ദാമൻ പോർഷനിൽ മാത്രമേ ഉള്ളൂ ഈ വർക്ക്. നല്ല സാരിയാണ്. എല്ലാവർക്കും ഒരു എന്നാ പറയുന്നത്, കളർ ഒത്തിരി കൂടുതൽ വേണ്ട എന്ന് വിചാരിക്കുന്ന, അങ്ങനെ ഒരു സിമ്പിൾ ബട്ട് എലഗൻറ്റ് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാരി. അതിൻ്റെ കളർ ചേഞ്ചസ് ഇതാ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഓൺലൈനിൽ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന, ഓൺലൈനിൽ കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഏതോ 2-3 കളറിന് 1-2-3 പീസ് വെച്ചുണ്ട്. അപ്പം ഞാൻ ഓർത്തു അതിപ്പോൾ കൊടുക്കണ്ട. എന്ന് വെച്ചാൽ ടസറാണ്, നമ്മളെല്ലാം അങ്ങോട്ട് കൊടുത്തത്. പിന്നെ ഇങ്ങനെ ആൾക്കാരുടെ ഇതിൽ എല്ലാ കളറിനും ഇല്ല, ഏതോ 2-3 കളറിന്, 2 കളറിനും കണ്ട് 2-3 പീസ് ഉണ്ട്. ബാക്കി എല്ലാം ഓരോ പീസ് വെച്ചേ ഉള്ളൂ. വാടാമല്ലിൻ്റെ കളർ കണ്ടോ, റേറ്റ് നോക്കിക്കോ, 2920. ഇപ്പോഴത്തെ റേറ്റ് 1920. കണ്ടോ സാരി. ഇത് വാടാമല്ല കളർ. ജസ്റ്റ് ഒന്ന് ബോഡിയെ വെച്ച് കാണിച്ചില്ലെങ്കിൽ എനിക്കും ഒരു സമാധാനമില്ല, എനിക്കും ഒരു ഇഷ്ടമില്ല. കാരണം ഞാനാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ കണ്ട് മേടിക്കാനല്ല ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഈ ചുരിദാറൊക്കെ ഇടുമ്പോൾ അത് ചേർത്തില്ലല്ലേ, വേറെ ബ്ലൗസൊക്കെ ഇട്ട് ചിലരൊക്കെ അങ്ങനെയൊക്കെ എടുത്തൊക്കെ എന്നെ കാണിക്കുന്നു. അടുത്ത കളറ് ഒനിയൻ ഉണ്ടോ, ഇത് കറക്റ്റ് കളറാണോ കിട്ടുന്നത്? ഒനിയൻ്റെ നല്ല കളർ കേട്ടോ, നല്ലൊരു കളർ. ആ ടസറിൻ്റെ ഒരു ചെറിയ കുഞ്ഞിക്ക ഒരു ഗ്ലോയും, പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞൊരു ഗ്ലോയും, പിന്നെ അതിൽ ഡാർക്കായിട്ട് വരുന്ന ഈ ഒരു വർക്കും എല്ലാം കൂടെ നല്ലൊരു ചന്തമാണ്. പിന്നെ ഇങ്ങനത്തെ കാറ്റഗറി സാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഇതല്ല, ചിലർക്കൊക്കെ ഒത്തിരി ഫാൻസി ആയിട്ടുള്ള ഹെവി വർക്ക് അല്ലെങ്കിൽ പട്ട് കസവ് അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യം എനിക്കറിയില്ല. ഇങ്ങനത്തെ സാരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അടുത്തത് ടീൽ ബ്ലൂ. നിങ്ങൾ സ്റ്റഫേ നോക്ക്, കണ്ടോ ടസറിൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്നതുണ്ടോ? സ്റ്റഫേ നോക്ക്. മഡ്ക ടസറിൻ്റെ ഒരു വകഭേദമാണ്. ഈ ടസർ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു 3-4 ടൈപ്പ് ടസർ. ഞാൻ മലപ്പൂർവ്വം അത് എടുത്തു വെച്ചതാണ്. കാരണം ടസർ എന്ന് പറയുമ്പോൾ തന്നെ പ്യുവർ ടസർ വരുമ്പോഴാണ് ഒരു പേപ്പറിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്നത്.
അതിൻ്റെ റേറ്റും ഇതുമെല്ലാം കാര്യങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ട് വരും. പക്ഷേ ഈ നമ്മളിപ്പോൾ മൽ ചന്തേരി എന്ന് പറയുന്ന അല്ലെ മൽ കോട്ടൺ എന്ന് പറയുന്ന അതുപോലെ തന്നെ ടസറിനകത്തും സോഫ്റ്റ് അല്ലാത്തതും എല്ലാം പോകും. അടുത്ത സാരി ഇത് ടസറിൻ്റെ തന്നെ ഒരു ഐറ്റമാണ്. സെമി ടസർ കേട്ടോ, സെമി ടസർ സാരി ഫുൾ എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ വില ഒറിജിനൽ റേറ്റ് 1900, ഇപ്പോഴത്തെ വില 1390. പിന്നെ ഞാൻ ഡിസ്കൗണ്ട് ഒത്തിരി കുറച്ചു, അല്ല 1000 രൂപയും 2000 രൂപയൊക്കെ ഡിസ്കൗണ്ട് കുറഞ്ഞിരിക്കുന്നിടത്ത് അത്രയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം സാരിയുടെ ഒരു എന്നാ പറയുന്നത്, ഈ അടുത്ത കാലത്ത് വന്ന സാരികൾക്കൊക്കെ നമുക്ക് അതിൽ കൂടുതലൊക്കെ തരുമ്പഴേ 4 ഇല്ലേ 500 രൂപ അടുത്ത് ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് കണ്ടോ 500 രൂപ മണ്ടയിൽ മിച്ചമുണ്ടല്ലേ. നല്ല എംബ്രോയ്ഡറി വർക്ക് അതിനുള്ള സാരി ഉണ്ട്. 1900 വിറ്റുകൊണ്ടിരുന്ന സാരിയാന്ന് ഓർക്കണം. ഇത് സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്, നിറച്ചും ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. പീച്ചാണ് ഷെയ്ഡ്. സെമി ടസറാണ് സ്റ്റഫ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് വന്നിട്ട് പ്ലെയിനാട്ടോ, പ്ലെയിനാന്ന് തോന്നുന്നു, പ്ലെയിനാ. പിന്നെ വിത്തലുണ്ടല്ലോ, ബോഡി ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. സെമി ടസറാണ് സ്റ്റഫ്. പിന്നെന്താ എന്തോ ഒരു കാര്യം പറയാം, പീച്ച്, നല്ല പീച്ചിൻ്റെ പീച്ചും പിസ്ത ഗ്രീനും കൂടെ ചേർന്ന് വന്ന കോമ്പിനേഷൻ നല്ലൊരു വൃത്തിയല്ലേ അല്ലേ. എന്നാ ഞാൻ പറയുന്നില്ല, പീച്ചും പിസ്ത ഗ്രീനും കൂടെ ചേർന്ന് വരുന്ന കളർ. എൻ്റെ മുഖം അപ്പടി ഡള്ളായിട്ടല്ലേ ഇരിക്കുന്നത്. എപ്പോഴും പറയാൻ എനിക്കിഷ്ടമില്ല, ഒരു അത്രയും സുഖമില്ല, അത് പറഞ്ഞാൽ മതി. വേറെ ഒന്നുമല്ല, ഹെൽത്ത് ഇഷ്യൂസ്, അല്ലാതെ വേറെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത് സാരില്ല. അത് എന്നതേലും ഒരു സാധനം മനുഷ്യർക്ക് വേണം. പീച്ചും പിസ്ത ഗ്രീനും കൂടെ ചേർന്നിട്ടേ വരുമ്പോൾ ഭയങ്കര, അതിന് രണ്ടിനും ഒരു സോഫ്റ്റ്നെസ്സാണ്. ആ കളറുകൾ തമ്മിൽ കോമ്പിനേഷൻ വരുമ്പം അതും അങ്ങനെ തന്നെ ഉണ്ടോ. ബോഡിയെ ഫുള്ള് നിങ്ങൾ നോക്ക്, നിറച്ചും വർക്കാണ്, എംബ്രോയ്ഡറി വർക്ക്. ഒരെണ്ണം ഞാൻ അങ്ങ് വിശദീകരിച്ച് കാണിച്ചിട്ട് അതിൻ്റെ കളേഴ്സ് അങ്ങ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. ബ്ലൗസ് പ്ലെയിൻ സെയിം. ഇനിയിപ്പോൾ പിസ്ത ഗ്രീൻ്റെ ഒരു ബ്ലൗസൊക്കെ ഇടണമെങ്കിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. അതിൻ്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. ഇത് മുന്താണി ഭാഗമാണ് ഈ കാണുന്നത്. താഴത്തെ ബോർഡറും അങ്ങനെ തന്നെ. താഴെ ഇതുണ്ടോ മുന്താണിക്ക് ഇങ്ങനെ, അത് സെയിം അല്ലേന്ന് ഞാൻ ഇതിൽ നോക്കുക. ഇവിടെ ഇത് കണ്ടോ, താഴത്തെ ബോർഡർ സ്കാലപ്പ് എല്ലാം ചെയ്ത് നിറച്ച് ഫുൾ ബോഡി എംബ്രോയ്ഡറി എല്ലാം ചെയ്ത സാരി. നല്ല സാരി, നല്ല എടുപ്പുള്ള സാരി. ഈ എംബ്രോയ്ഡറി ഫുള്ള് വന്നേക്കുമ്പോൾ തന്നെ സ്കാലപ്പ് വർക്കും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൽ അത്യാവശ്യം പണി ചെയ്തിട്ടുള്ള സാരിയാണ്. ഈ കോഫി ബ്രൗൺ. ഓക്കെ, ഇതിന് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ്. ഇപ്പോൾ ഇത്തൽ കൂടുതലും പോയേക്കുന്ന പീച്ചാണ്. പീച്ചും പിസ്ത ഗ്രീനും ഇത്തലും പോയിരിക്കുന്നത്. ഇത്തലും അതെ. അപ്പോൾ ആ കളറിൽ ഏതെങ്കിലും, പ്രത്യേകിച്ചും പിസ്ത ഗ്രീനോ പീച്ചാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ചേരുന്ന ഒരു ബ്ലൗസ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇടുവാണെങ്കിലും നല്ലതാണ്. ഇനി ഇതിൻ്റെ ബ്ലൗസ് വേണമെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് ഇടാം. ബ്ലൗസ് പ്ലെയിൻ ആയിട്ടിന്, കാരണം ബോഡി ഫുൾ ബുട്ടായല്ലേ, അപ്പോൾ അതുകൊണ്ട് ബ്ലൗസ് പ്ലെയിനാണ്. വില പറഞ്ഞല്ലേ, വില എന്തിനാ ഞാനിങ്ങനെ ബോധപ്പെടുത്തണമെന്ന് എനിക്കറിയത്തില്ല. സ്ക്രീനിലുണ്ട് വില, ഞാനത് എപ്പോഴും മറന്നു പോകും. ഇത് നല്ല പ്യുവർ കറണ്ട് വന്നത് 1000 ചൂടെടുക്കുന്നുണ്ടായിരുന്നു. 1490, 2390 സാരിയാണ്. വെട്ടിക്കളഞ്ഞ് 1490 ഇപ്പോഴത്തെ റേറ്റ്. പ്യുവർ ചന്തേരിയാണ് സ്റ്റഫ്. ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന സാരിയാണെങ്കിൽ കണ്ടോ, മുന്താണി കണ്ടോ, മുന്താണിയിൽ ഇത്തൽ ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് നല്ലൊരു അകവശമാണോ നല്ല വശം അല്ലേ, സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു എലഗൻ്റായിട്ട് നല്ല ഒരു വർക്ക് ചെയ്തിരിക്കുകയാണ്. മുന്താണി ഇങ്ങനെയാണ് ഒരു പാർട്ടിൽ. ഇനി ബ്ലൗസ് വരുമ്പോൾ അതേണ്ട ബ്ലൗസിൻ്റെ കയ്യിലും ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ക്രീം കളറാണ്. എന്നിട്ട് ആ കളർ കൊണ്ട് തന്നെ ആ ഒരു വർക്ക് ചെയ്ത് അത് ആ സാരിയുടെ ഒരു എലഗൻറ്റ് ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിം കളർ ഉപയോഗിക്കുന്നത്. പിന്നെ കുറേ കൂടെ ഒത്തിരി കളറെടുപ്പ് വേണ്ടെന്നുള്ളവർക്കാണെങ്കിലും ഇനിയിപ്പം ഈസ്റ്ററൊക്കെ വരുന്ന സമയത്തൊക്കെ നല്ല സാരിയാണ്.
കണ്ടാൽ അതിൻ്റെ ഈ ചന്തേരിയുടെ സ്റ്റഫും അതിൻ്റെ തന്നെ ആ സെയിം കളറും ഒക്കെയാണ് അതിൻ്റെ ഒരു എടുപ്പ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഏത് കളർ ടോണിലുള്ളവർക്കും ചേരുന്ന നല്ലപോലെ കളറെടുപ്പ് തോന്നുന്ന ഒരു കളറായത്. അത് ആരല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ചെറിയ പ്രായത്തിൽ തൊട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു ഫീലായത്. നല്ലതായിട്ട് കളറ് ഫീൽ ചെയ്യും. കളർ ഇല്ലാത്തവർക്കും നല്ല കളർ തോന്നിക്കുന്ന ഒരു കളറാണ് ഈ കളർ, ചന്ദന കളർ സാഡൽ ഷെയ്ഡ് എന്ന് പറയും. ഇതാണ് സാരി. സിമ്പിളാണ്, പക്ഷെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള സാരി. ഇതിൽ മസ്റ്റായിട്ട് നിങ്ങൾ സാരി ഫോളും കൂടെ പിടിപ്പിച്ചിട്ട് വേണം സാരി ഉടുക്കാൻ. ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ, ബ്ലൗസിൻ്റെ കയ്യിൽ ഈ ഒരു സാധനമുണ്ട്, ഈ ഒരു വർക്ക്. ബോഡിയിലെല്ലാം ഉണ്ട്, അവിടെ എവിടെയായിട്ട് ഇതുണ്ടോ, ഫുൾ ബോഡി ഉണ്ട്. ഇത്രയും, അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ അവിടെ എവിടെ സ്റ്റോൺ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫംഗ്ഷൻ ഫീൽ ചെയ്യാനായിട്ട് സ്റ്റോൺ വർക്കും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇത്തിരി ഡാർക്ക് കളറുള്ള ബ്ലൗസ് കൂടെ പെയർ ചെയ്തിടുവാണെങ്കിൽ വേറെ ലുക്ക് കിട്ടും. പ്യുവർ ചന്തേരിയാണ് സ്റ്റഫ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫാൻസി സാരീസാണ് കേട്ടോ. ഈ ഹെവി വർക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ വർക്ക്, ഇപ്പോൾ പിള്ളേരെന്നല്ല, ഈ കുറച്ചും കൂടെ എല്ലാവർക്കും ഇപ്പോൾ ടെസർ അങ്ങനത്തെ ഒന്നും അല്ല ഇഷ്ടം, ഇങ്ങനത്തെ സാരീസാണ് ഇഷ്ടം എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരണ്ടൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, ഫാൻസി സാരീസ് തന്നെ കാണിക്കാതെ, ഇങ്ങനത്തെ സാരീസ് തന്നെ കാണിക്കാതെ എന്നൊക്കെ പറഞ്ഞു. ഫാൻസി സാരി ഇപ്പം നല്ല ഹെവി, നമ്മുടെ ഇപ്പോൾ ഒരു ഫസ്റ്റ് കസിൻ്റെ മാര്യേജ് അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു സാധനമാണല്ലോ ഫാൻസി സാരീസ്. ഇപ്പോഴും നല്ല, ഇപ്പോഴും അതെ, അതാണ് സാരി. ഉണ്ടോ, മുന്താണിയുടെ ഭാഗമാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല എംബ്രോയ്ഡറി വർക്ക്, നിറച്ചും സ്റ്റോൺ വർക്ക്, ഇതെല്ലാം നല്ല നല്ല. ഈ നമ്മളൊക്കെ ഇത് കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചെടുക്കും കല്യാണത്തിനൊക്കെ അല്ലേ, അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കുന്ന ആ ഒരു കാറ്റഗറി പെട്ട സാരിയാണ് ഇത്. ഇത് കണ്ടോ, ഇതതിങ്ങനെ നൂലിങ്ങനെ കയറിയിരിക്കും അവിടെ എവിടെയെല്ലാം, വേറെ സാരിയായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോഴേ അങ്ങനെ ഇരിക്കുന്ന. ഇതിപ്പം ഭയങ്കര ഓർഗൻസയാണ് മെറ്റീരിയൽ, സോഫ്റ്റ് ഓർഗൻസയാണ്. സോഫ്റ്റ് എന്ന് പറയാൻ ഭയങ്കര സോഫ്റ്റാണ്. ബ്ലൗസ് കാണിച്ചു തരാം കേട്ടോ, ഒന്ന് സ്റ്റോപ്പ് ചെയ്തോ. നോക്ക്, ഇതിൻ്റെ ഹൈലൈറ്റ് എന്നതാണെന്ന് നോക്ക്, ഈ ഒരു ബ്ലൗസാണ്. അപ്പം നിങ്ങളുടെ അനിയത്തിയുടെയോ ചേച്ചിയുടെയോ ഒക്കെ ആങ്ങളുടെയോ ഒക്കെ കല്യാണം ഉണ്ടെങ്കിലും പോകാൻ ബെസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് സാരി ആയിട്ട് തയ്ക്കണ്ട, നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് ഇതായിട്ട് തയ്ക്കണമെങ്കിൽ ഇത് വെച്ച് നല്ല ലെഹങ്കയൊക്കെ അടിക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതാണ് ബ്ലൗസ്. ബ്ലൗസ് ഹെവി വർക്കാണ്. ഈ ഹെവി വർക്ക് ചെയ്ത ബ്ലൗസ് വർക്ക് ചെയ്യിക്കണമെങ്കിലും, വർക്ക് ചെയ്ത തുണി മെറ്റീരിയലായിട്ട് മുറിച്ച് മേടിക്കണമെങ്കിൽ പോലും ഇതിനൊക്കെ 800-1000 രൂപ പെർ മീറ്റർ ആകും. ഇനി ചെയ്യിക്കണമെങ്കിൽ അതിലും പൈസയാവും. നല്ലതായിട്ട് ഹെവി ആയിട്ട് ചെയ്യിക്കണമെങ്കിൽ, അവിടെ ഒക്കെ ചെയ്യിക്കണമെങ്കിൽ അത്ര ആകത്തില്ല. നല്ലൊരു പിസ്ത ഗ്രീൻ്റെ ഷെയ്ഡ് സാരി. ഇങ്ങനെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2990 ഇപ്പം 1890 ഇതിൻ്റെ റേറ്റ്. ഇത് റേറ്റ് കിടപ്പുണ്ടിത്തല്ലേ, മേത്ത് വെച്ച് കാണിക്കാം. ഇതേ ഇങ്ങനെ നിറച്ചും ഇങ്ങനത്തെ വർക്ക് ചെയ്ത സാരി കണ്ടിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് സൂക്ഷിക്കേണ്ട സാരീസാണ്. ഓർഗൻസയാണ് സ്റ്റഫ്. ഇത് കണ്ടോ, സോഫ്റ്റാണ്. ഓർഗൻസ ആണെങ്കിലും നല്ല സോഫ്റ്റ് ഓർഗൻസയാണ്. കണ്ടോ ഒരു വർക്ക് നിങ്ങൾ നോക്ക്. ആ ഒരു പിസ്താഗ്രീനിൽ ആ ഒരു പൗഡർ ബ്ലൂ കയറ്റിയിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ട് എന്തായിട്ട് നിറച്ചും സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുക. നല്ല സാരി അല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒതുക്കം ഫീൽ ചെയ്യും. പിന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ചേരുകയും ചെയ്യും. ഇത് അതിൻ്റെ തന്നെ ലൈറ്റ് പീച്ച് ഷെയ്ഡ്. ഇതിങ്ങനത്തേത് വരുന്നത് മിക്കവാറും പേസ്റ്റൽ കളറിലാണ്. ഞാനിത് പൊട്ടിച്ച് കാണിക്കണം ഓരോന്നും. അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് കാണിക്കുക എന്ന് പറഞ്ഞാൽ. ബ്ലൗസിൽ വരുന്നത് നിങ്ങൾ ഓർക്കുക, ഇത് ഫുള്ള് ഈ ഒരു സാധനമാണ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു വർക്ക് ചെയ്ത സാധനമാണ് വരുന്നത്. ഇത് ബാക്കി ബോർഡർ. ഇത് പൊട്ടിച്ചിട്ടില്ല സാരി ഉണ്ടോ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇതുണ്ട്. പൊട്ടിച്ചിട്ടില്ല. നമുക്ക് ബണ്ടിൽ കണക്കെ വന്നതിൽ നിന്ന് ഈ ഒറ്റ പീസേ ഉള്ളൂ, സിംഗിൾ പീസ് ഉള്ളി. ഇനി വേറൊരു സാരി കാണിച്ചു തരാം. ഇത് ഇച്ചിരിയും കൂടി ഹെവിയാണ്. ഹെവി മീൻസ് വർക്ക് കുറേ കൂടെ ഹെവിയാണ്. ഇതിനും 2950 റേറ്റ്. ഇപ്പോഴത്തെ റേറ്റ് 1890 സെയിം. ഇത് ഒരു സിൽക്കി ഓർഗൻസ കേട്ടോ സ്റ്റഫ്. ഇതുണ്ടോ, ഇത് ഇങ്ങനെ ഒട്ടിയിരിക്കുക എന്ന് വെച്ചാൽ ഇത് പാർട്ടി വെയറാണ്, ഹെവി പാർട്ടി വെയർ. അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എടുക്കണം. ഇപ്പം നമുക്കൊരു ഇത്രയും റേറ്റ് കുറച്ച് ഇത് കിട്ടുമ്പം നമുക്കത് വാങ്ങിക്കുക എന്നുള്ളതാണ്
ഇന്നത്തെ ബ്യൂട്ടി. ഇഷ്ടമുള്ളൊരു വാങ്ങിച്ചാൽ മതി കേട്ടോ, ഇഷ്ടമുള്ളൊരു ധാരാളം ഉണ്ട്. ഇങ്ങനത്തെ സാരീസിനെയൊക്കെ നമ്മൾ അത്രയും ഇതായിട്ട് പോകണമെങ്കിൽ നമുക്ക് അതുപോലെ ഇച്ചിരി സൂക്ഷിക്കണം. എന്താ നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചു വെച്ചാൽ മതി, ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്ത സാരി നിറച്ചും വർക്കാന്ന് ഓർക്കണം. എംബ്രോയ്ഡറി, അതും ഈ സോഫ്റ്റ് ഓർഗൻസ, സിൽക്കി ഓർഗൻസയിലാണ് ചെയ്തിരിക്കുന്നത്. എംബ്രോയ്ഡറി, അതിൻ്റെ കൂടെ തന്നെ സ്റ്റോണ്, ഇതെല്ലാം പിടിപ്പിച്ച്. ഇത് മുന്താണിയുടെ സൈഡാണ്. നിറച്ചും നല്ല പണിയെടുത്ത സാരി അന്ന് കണ്ടാൽ അറിയാമല്ലോ. അത്രയും പണിയെടുത്ത സാരി 1890 രൂപയ്ക്ക് അല്ലേ റേറ്റ് പറഞ്ഞേക്കുന്നത്, സ്ക്രീനിലുണ്ട്. അപ്പോൾ ആ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമുള്ള കാര്യമല്ലേ എന്ന് ചിന്തിച്ചാൽ മതി. ഇതുണ്ടല്ലോ, ഇതിൻ്റെ മുന്താണി നമ്മുടെ ഇത്തരം ബോഡി പാർട്ടും ഇത്രയും നല്ല വർക്കാണ്. ഇത് കാണിക്കുന്ന ഇച്ചിരി പാടാണ്. ഇനി ഇരുന്നോണ്ടൊന്നും കാണിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. എന്നാലും പോലും എഴുന്നേറ്റ് നിന്ന് നല്ല വൃത്തിക്ക് വേണം കാണിക്കുന്നുണ്ട്. എന്നാ രസമൊന്നും. നിങ്ങളുടെ ബ്രദറിൻ്റെ കല്യാണം ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അതുപോലെ അടുത്ത ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് തയ്ക്കാൻ, ലെഹങ്കയൊക്കെ തയ്ക്കാനാണെങ്കിലും നല്ലതാണ്. 1890 രൂപ മാത്രമേ ഉള്ളൂ. വാങ്ങിക്കേണ്ടവർ വാങ്ങിച്ചു വെച്ചോളുക. പിന്നെ ബ്ലൗസ് വരും. ബ്ലൗസിൽ അധികം ഇല്ല, കയ്യെ മാത്രമേ ഉള്ളൂ. കാരണം ബോഡിയിൽ ഇത്രയും ഹെവി വരുമ്പോൾ ബ്ലൗസിൽ ഓട്ടോമാറ്റിക്കലി ഹെവി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്താൽ അത് ഭയങ്കര വൃത്തികേടായി പോകും. ബ്ലൗസ് വരുമ്പോൾ ദേ ആ ഒരു സ്റ്റോൺ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫുള്ള് സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുക. നിങ്ങൾ ഓർക്കിട്ടാൽ ഇങ്ങനെ ഈ കുത്തു കാണുന്ന തന്നെയാണ്. ഇതിങ്ങനെ ചേർന്ന് ഇരുന്നതിൻ്റെ ആട്ടോ. ഒന്ന് അയൺ ചെയ്ത് കഴിയുമ്പോൾ ആ കുത്തു പോലത്തെ സാധനം പോകുന്ന എനിക്ക് തോന്നുന്നത്. അത് ഇങ്ങനെ ഈ വർക്കല്ലേ, ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോഴേ അറിയാം. ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുമ്പോൾ ഇതിങ്ങനെ ഒട്ടി തന്നെ ഇരിക്കത്തുള്ളൂ. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അയൺ സ്വന്തമായിട്ടൊന്നും ചെയ്യരുത്. അയണൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. ചെയ്യുന്നവരെ കൊടുത്താൽ മതി. 10-50 രൂപ കൊടുത്താൽ പോരെ. പിന്നെ ആന വാങ്ങിക്കാൻ നോട്ടി വാങ്ങിക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ? നോക്ക്, സാരി എടുക്കുമ്പോൾ നിങ്ങൾ നോക്ക് എല്ലാ രസം. നല്ല ബേബി പിങ്ക് ഷെയ്ഡ്, എല്ലാം പേസ്റ്റൽ കളറിലേ ഇത് വരാറുള്ളൂ. ആണിപ്പം മനസ്സിൽ ഓർത്ത ചില മുഖങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി. മുഖങ്ങൾ പോയിട്ടില്ല, കാരണം ആളെ കണ്ടിട്ടില്ല. ചില മെസ്സേജസ് ഒക്കെ എന്തോ നേരത്തെ കാണിക്കാഞ്ഞേ. ഈയിടെ പറഞ്ഞതാ, നല്ല സാരി എല്ലാം പുറകെ വെച്ചോണ്ടിരുന്നു. സ്നേഹത്തിൻ്റെ ഭാഷയല്ല സംസാരിക്കുന്നത്. ഞാനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ദേണ്ടേ, ഞാനൊക്കെ ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാണ് വാങ്ങിക്കുന്നത്. വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ദേണ്ടേ നല്ല സാരി എല്ലാം പുറകെ വരുന്നു. ഇതെന്തൊരു കഷ്ടമാണ്. എനിക്കാണ് ചിരിയോട് ചിരിയാ. എനിക്ക് ചിരിക്കാനല്ലേ പറ്റും, ഞാൻ എന്തോ പറയാനാ. നമ്മൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് കാണിക്കുന്നതല്ല. പിസ്ത ഗ്രീൻ നമ്മളെ അങ്ങനെയൊന്നും ഓർത്ത് കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ അടുത്ത ദിവസത്തേനുള്ളത് തന്നെ. അപ്പോൾ ഡിസ്കൗണ്ട് സെയിലാണ്. അപ്പോൾ ഡിസ്കൗണ്ട് സെയിലാണെങ്കിൽ അതിൻ്റെ കുറച്ചെണ്ണം പോയി എടുക്കുക. ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഡിസ്കൗണ്ട് സെയിൽ എടുക്കാമെന്ന് വെച്ചാൽ കാണിക്കണം. ഒത്തിരി നോക്കണ്ടല്ലോ. ഗ്രേയുടെ നല്ലൊരു ഷെയ്ഡ്. അതിൽ കൂടെ എല്ലാത്തിലും ഗോൾഡൻ എംബ്രോയ്ഡറി, ഗോൾഡൻ ത്രെഡ്, ഗോൾഡൻ സ്റ്റോണ് എല്ലാമാണ് പോയിരിക്കുന്നത്. വെറും 1890 രൂപയ്ക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള സാരി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചോ. കാരണം ഈ റേറ്റിന് കിട്ടത്തില്ല, ഇനി കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നു. കാരണം അത്രയും വർക്കായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് കണ്ടറിയാലോ. വാങ്ങിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നല്ലോ കേട്ടോ. ഇത് ഒറ്റ പീസേ ഉള്ളൂ. ഞാൻ എന്തിനാ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ വീഡിയോ വെച്ചിട്ട് എന്നോട് ചോദിച്ചു, വീഡിയോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു, ഇത്രയൊക്കെ പറഞ്ഞാൽ ഇനി മാത്രം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഓർഡർ എടുക്കണ്ടേ? ഈ ഓർഡർ മുഴുവൻ എടുക്കാൻ നല്ല പാടുള്ള കാര്യമാണ്. ഞാനിങ്ങനെ ഹോരഹോര ഇരുന്ന് പറയുകയും ചെയ്യും. ഓർഡർ എടുക്കുക എന്ന് പറഞ്ഞാൽ സാധനം കൊടുക്കാനില്ല, ഇല്ല എന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണ്ടേന്ന് ചോദിച്ചു. സത്യമല്ലേ? അപ്പം എന്നാ പറയണ്ടേ, ഇത് റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ട് ഒന്നും ആസ് യൂഷ്വൽ ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.